മജ്ജ്‌മ നികായ 113 സത്പുരുഷ സൂത്ത്. ഈ സൂത്രത്തിൽ ഒരു സത്പുരുഷനും അതേപോലെ തന്നെ ദുർപുരുഷനും തമ്മിലുള്ള വ്യത്യാസം അതിനെ പറ്റിയിട്ട് ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാധകന്മാർക്ക് വളരെ പ്രേരണാദായകമായിട്ടുള്ളൊരു സൂത്രമാണിത്. സത്പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യക്തി, ദുർപുരുഷൻ എന്ന് പറയുമ്പോൾ ചീത്തയായിട്ടുള്ള വ്യക്തി. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, അഭിവന്ദ്യ ഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, സത്പുരുഷധമ്മഞ്ച വോ ഭിക്ഷവേ ദേശസാമി അസത്പുരുഷധമ്മഞ്ച. ഭിക്ഷുക്കളെ, ഞാൻ സത്പുരുഷന്മാരുടെ ഗുണങ്ങളും അസത്പുരുഷന്മാരുടെ ഗുണങ്ങളും ഞാൻ പറയാം. ഇവിടെ ഗുണത്തിന് പകരം ധർമ്മം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഗുണം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നല്ല ഗുണമാണ് പറയുക, പക്ഷേ ഇവിടെ ധർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: കഥമോച ഭിക്കവേ അസപുരുഷധമ്മോ. ഭിക്ഷുക്കളെ, അസത്പുരുഷൻ അല്ലെങ്കിൽ ദുർപുരുഷൻ്റെ ധർമ്മം എന്താണ്, ഗുണം എന്താണ്? ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ ഉച്ചകുലത്തിൽ നിന്ന് പ്രവചിതനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസം നേടി. അപ്പോൾ അവർ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു: ഞാൻ വളരെ ഉച്ചകുലത്തിൽ നിന്നാണ് പ്രവചിതനായത് അല്ലെങ്കിൽ സന്യാസിയായത്. എന്നാൽ മറ്റുള്ള സന്യാസിമാർ അതേപോലെയല്ല. ഈ ഉച്ചകുലത്തിൽ നിന്ന് സന്യാസി ആയതുമൂലം അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഭിക്ഷുക്കളെ, ഇത് ഒരു അസത്പുരുഷൻ്റെ ധർമ്മമാണ്. ഭിക്ഷുക്കളെ, എന്നാൽ ഒരു സത്പുരുഷൻ ആ വ്യക്തി ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക: ഒരു വ്യക്തി ഉച്ചകുലത്തിൽ പിറന്നതുകൊണ്ട് മാത്രം ലോഭത്തിൻ്റെ, ദ്വേഷത്തിൻ്റെ, മോഹത്തിൻ്റെ ചിന്തകൾ അവനിൽ അവസാനിക്കുകയില്ല. ഒരു വ്യക്തി ഉച്ചകുലത്തിൽ നല്ല പ്രവചിതനായത് അല്ലെങ്കിൽ സന്യാസിയായത് എങ്കിൽ തന്നെ ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി ജീവിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പൂജയ്ക്ക്, പ്രശംസയ്ക്ക് അർഹരാണ്. അതിനാൽ ആ വ്യക്തി തൻ്റെ അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അവരുടെ ഉച്ചകുലം മൂലം അവർ മറ്റുള്ളവരെ നിന്ദിക്കുകയോ സ്വയം പ്രശംസിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇതാണ് ഒരു സത്പുരുഷൻ്റെ ധർമ്മം. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ മഹാകുലത്തിൽ നിന്നും പ്രവചിതനായി, ഒരു മഹാ ഐശ്വര്യമുള്ള കുലത്തിൽ നിന്ന് പ്രവചിതനായി, അതേപോലെ തന്നെ വളരെയധികം ധനമുള്ള ഒരു കുലത്തിൽ നിന്ന് ആ വ്യക്തി പ്രവചിതനായി. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കും: ഞാൻ വളരെ ധനമുള്ള ഒരു കുലത്തിൽ നിന്നാണ് പ്രവചിതനായത്, എന്നാൽ മറ്റുള്ളവർ അതേപോലെയല്ല. അതുമൂലം അവർ സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷൻ്റെ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു: വളരെയധികം ധനമുള്ള ഒരു കുലത്തിൽ നിന്ന് പ്രവചിതനായതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ രാഗ, ദ്വേഷ, മോഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു വ്യക്തി ധനമില്ലാത്ത കുലത്തിൽ നിന്നാണ് പ്രവചിതൻ ആയത് എങ്കിലും ആ വ്യക്തി ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിന് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പ്രശംസയ്ക്കും അതേപോലെ തന്നെ പൂജയ്ക്കും അർഹരാണ്. അതിനാൽ അവർ അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർ സ്വയം പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഇത് സത്പുരുഷൻ്റെ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള, എല്ലാവരും അറിയുന്ന കുലത്തിൽ നിന്ന് പ്രവചിതനായി. അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു: എന്നെ എല്ലാവരും അറിയുന്നു, ഞാൻ വളരെ പ്രസിദ്ധമാണ്, പക്ഷേ മറ്റുള്ള ഭിക്ഷുക്കളെ ആരും അറിയുന്നില്ല, അവർ ആരാലും അറിയപ്പെടാത്തവരാണ്. അതുമൂലം അവർ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷൻ്റെ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെയാണ് ചിന്തിക്കുക: ഒരു വ്യക്തിയെ എല്ലാവരും അറിയും, ആ വ്യക്തി പ്രസിദ്ധനാണ്, അതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ രാഗ, ദ്വേഷ, മോഹചിന്തകൾ അവസാനിക്കുന്നില്ല. ഒരു വ്യക്തി എല്ലാവരും അറിയുന്ന വ്യക്തിയല്ല, പ്രസിദ്ധ കുടുംബത്തിൽ നിന്ന് അല്ല ആ വ്യക്തി പ്രവചിതനായത് എങ്കിൽ കൂടി ആ വ്യക്തി ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ടുള്ള ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിന് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പൂജയ്ക്കും സമ്മാനത്തിനും പ്രശംസയ്ക്കും അർഹനാണ്.
അതിനാൽ അവർ അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നും ഇല്ല. ഇതും ഒരു സത്പുരുഷൻ്റെ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷനെ പറ്റി ചിന്തിക്കാം. ആ വ്യക്തിക്ക് ചീവരം, അതേപോലെ തന്നെ ഭിക്ഷാന്നം, താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവ ലഭിക്കുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു: എനിക്ക് മാത്രമാണ് ചീവരം, ഭിക്ഷാന്നം, താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ ഇവ ലഭിക്കുന്നത്. മറ്റുള്ള ഭിക്ഷുക്കൾക്ക് ഇത് ലഭിക്കുന്നില്ല. അതുമൂലം അവർ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് അസത്പുരുഷൻ്റെ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു: ഒരു വ്യക്തിക്ക് ധാരാളം സാധനങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം ആ വ്യക്തിയുടെ മനസ്സിലെ രാഗദ്വേഷ മോഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് ചീവരം, അതേപോലെ തന്നെ ഭിക്ഷാന്നം, താമസിക്കാനുള്ള സ്ഥലം, മരുന്ന്, രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പ്രശംസയ്ക്കും അതേപോലെ തന്നെ പൂജയ്ക്കും അർഹനാണ്. അതിനാൽ അവർ അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതുമൂലം അവർ തങ്ങളെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഇതും ഒരു സത്പുരുഷൻ്റെ ഗുണമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ, ആ വ്യക്തി ബഹുശ്രുതോ, അതായത് വളരെയധികം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ മാത്രമാണ് ബഹുശ്രുതൻ, അതായത് നല്ലപോലെ പഠിച്ചിട്ടുള്ള വ്യക്തി, ബാക്കിയുള്ള ഭിക്ഷുക്കളൊന്നും നല്ലപോലെ പഠിച്ചിട്ടില്ല. അതുമൂലം ആ വ്യക്തി സ്വയം പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇതാണ് അസത്പുരുഷൻ്റെ ധർമ്മം. എന്നാൽ ഒരു സത്പുരുഷനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ സങ്കല്പിക്കുന്നു: വളരെയധികം പഠിച്ചതുകൊണ്ട് മാത്രം എൻ്റെ മനസ്സിലുള്ള രാഗദ്വേഷ മോഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു വ്യക്തി പഠിച്ചിട്ടില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് ജീവിക്കുകയാണ്, ശരിയായിട്ട് ജീവിക്കുകയാണ്, ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ ആ വ്യക്തി പൂജയ്ക്കും പ്രശംസനും അർഹനാണ്. അതിനാൽ ആ വ്യക്തി അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ആ അധികം പഠിച്ചത് മൂലം ആ വ്യക്തി സ്വയം തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ വിനയധർമ്മത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ വിനയധരോ എന്നാണ് പറയുക. അതായത് വിനയത്തിൻ്റെ എല്ലാ നിയമങ്ങളും, ഭിക്ഷുക്കൾ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും ആ വ്യക്തിക്ക് നല്ലപോലെ അറിയാം. 227 നിയമങ്ങളും ആ വ്യക്തിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ മാത്രമാണ് വിനയത്തെ അറിയുന്നത്, ബാക്കിയുള്ള ഭിക്ഷുക്കൾക്കൊന്നും വിനയത്തെ നല്ലപോലെ അറിയില്ല. ആ വിനയധർമ്മത്തെ അറിയുന്നത് മൂലം ആ വ്യക്തി സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് അസത്പുരുഷ ധർമ്മമാണ്. സത്പുരുഷനായിട്ടുള്ള ഒരു ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കുന്നു: വിനയധർമ്മം അറിഞ്ഞതുകൊണ്ട് മാത്രം മനസ്സിലെ രാഗദ്വേഷ മോഹങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് വിനയധർമ്മം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പൂജയ്ക്കും പ്രശംസയ്ക്കും അർഹനാണ്. അതിനാൽ ആ വ്യക്തി സ്വന്തം അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ആ വിനയധർമ്മം മൂലം മറ്റുള്ളവരെ നിന്ദിക്കുകയോ സ്വയം പുകഴ്ത്തുകയോ ചെയ്യുന്നില്ല. ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ ഒരു ധർമ്മ ടീച്ചറാണ്, ധമ്മ അധ്യാപകനാണ്, മെഡിറ്റേഷൻ ടീച്ചറാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ സങ്കല്പിക്കുന്നു: ഞാൻ മാത്രമാണ് ധർമ്മ അധ്യാപകൻ, ബാക്കിയുള്ള ഭിക്ഷുക്കൾ ഒന്നും ധർമ്മത്തിൻ്റെ അധ്യാപകന്മാരല്ല. ആ ധർമ്മത്തിൻ്റെ അധ്യാപനം മൂലം ആ വ്യക്തി സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഭിക്ഷുക്കളെ, ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. സത്പുരുഷനായിട്ടുള്ള ഒരു ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കുന്നു: ഒരു മെഡിറ്റേഷൻ ടീച്ചർ ആയതുകൊണ്ട് മാത്രം എൻ്റെ മനസ്സിലെ ലോഭ ദ്വേഷ മോഹധർമ്മങ്ങൾ അവസാനിക്കുകയില്ല. ഒരു വ്യക്തി മെഡിറ്റേഷൻ ടീച്ചർ അല്ലെങ്കിൽ കൂടി ധർമ്മത്തിൽ ശരിയായിട്ട് അഭ്യസിക്കുകയാണ്, ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണ്, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പൂജയ്ക്കും പ്രശംസയ്ക്കും അർഹനാണ്. അതിനാൽ ആ വ്യക്തി സ്വന്തം സാധനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു ധ്യാന ഗുരുവായതിനാൽ സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല.
ഇതും ഒരു സത്പുരുഷ ധർമ്മമാണ്. ഇനി ഭിക്ഷുക്കൾ ദൂതാംഗം അനുഷ്ഠിക്കും, അതായത് കഠിന തപശ്ചര്യകൾ അനുഷ്ഠിക്കും. ആ ഭിക്ഷുക്കളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. വീണ്ടും ഭിക്ഷുക്കളെ ഒരു അസത്പുരുഷൻ ആരണ്യകോ ഹോതി. ആരണ്യകോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എപ്പോഴും വനത്തിൽ മാത്രമേ താമസിക്കുകയുള്ളൂ. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കും, ഞാൻ മാത്രമാണ് വനത്തിൽ മാത്രം താമസിക്കുന്നത്, മറ്റുള്ള ഭിക്ഷുക്കൾ വനത്തിൽ താമസിക്കുന്നില്ല. അതിനാൽ ഈ ഗുണം മൂലം ആ വ്യക്തി സ്വയം തന്നെ അഭിനന്ദിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ മനസ്സിൽ രാഗ ദ്വേഷ മോഹങ്ങൾ ഇല്ലാതാകുകയില്ല. ഒരു വ്യക്തി അരണ്യത്തിൽ താമസിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പ്രശംസയ്ക്കും പൂജയ്ക്കും അർഹനാണ്. അതിനാൽ ആ വ്യക്തി സ്വന്തം അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, അതുമൂലം തന്നെ പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. ഇതേപോലെ തന്നെ ഒരു ഭിക്ഷു പംസുകൂലിക്കോ, അതായത് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ മാത്രം ആ വ്യക്തി ധരിക്കുന്ന വ്യക്തിയാണ്. ഇതും ഒരു കഠിന തപശ്ചര്യയാണ്. ഒരു അസത്പുരുഷൻ ഇതേപോലെ തന്നെ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ പംസുകുലം മാത്രം ധരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത്, മറ്റുള്ള ഭിക്ഷുക്കൾ ധരിക്കുന്നില്ല. ഈ വസ്ത്രം മൂലം ആ വ്യക്തി സ്വയം തന്നെ അഭിനന്ദിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ സത്പുരുഷൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ധരിച്ചതുകൊണ്ടും മാത്രം ഒരു വ്യക്തിയുടെ മനസ്സിലെ രാഗങ്ങളോ ദ്വേഷങ്ങളോ മോഹങ്ങളോ ഇല്ലാതാകുന്നില്ല. ഒരു വ്യക്തി ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിന് അനുസരിച്ച് ആ വ്യക്തി അഭ്യസിക്കുകയാണെങ്കിൽ ആ വ്യക്തി പ്രശംസയ്ക്ക് അർഹനാണ്. അതിനാൽ ആ വ്യക്തി സ്വന്തം അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, ആ വസ്ത്രങ്ങൾ മൂലം സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഇതും ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ ഒരു അസത്പുരുഷൻ പിണ്ടപാതികോ, അതായത് ഭിക്ഷാന്നം മാത്രം ഭക്ഷിക്കുന്ന ഒരു ഭിക്ഷു. ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രം ആണ് ഭിക്ഷാന്നം എടുത്ത് ഭക്ഷിക്കുന്നത്, മറ്റുള്ള ഭിക്ഷുക്കൾ അതേപോലെ ചെയ്യുന്നില്ല. അതിനാൽ ഈ ഭിക്ഷാന്നം ഭക്ഷിക്കുന്നത് മൂലം ആ വ്യക്തി സ്വയം പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. ഒരു സത്പുരുഷനായിട്ടുള്ള ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കുന്നു, ഭിക്ഷാന്നം കഴിക്കുന്നതുകൊണ്ട് മാത്രം എൻ്റെ മനസ്സിലെ രാഗ ദ്വേഷ മോഹങ്ങൾ ഇല്ലാതാകുകയില്ല. ഒരു വ്യക്തി ഭിക്ഷാന്നം കഴിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ആ വ്യക്തി ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പ്രശംസയ്ക്കും പൂജയ്ക്കും അർഹനാണ്. അതിനാൽ ഭിക്ഷാന്നം മൂലം ആ വ്യക്തി സ്വയം തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഭിക്ഷുക്കളെ ഇതും ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ ഒരു അസത്പുരുഷൻ രുഖമൂലികോ ഹോതി, അതായത് വൃക്ഷത്തിൻ്റെ മൂലത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് വൃക്ഷത്തിൻ്റെ മൂലത്തിൽ താമസിക്കുന്നത്, മറ്റുള്ള ഭിക്ഷുക്കൾ വൃക്ഷത്തിൻ്റെ മൂലത്തിൽ താമസിക്കുന്നില്ല. അതിനാൽ ആ വ്യക്തി സ്വയം പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഭിക്ഷുക്കളെ ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ സത്പുരുഷനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, വൃക്ഷമൂലത്തിൽ താമസിച്ചത് മൂലം മാത്രം എൻ്റെ രാഗ ദ്വേഷ മോഹം അവസാനിക്കുകയില്ല. ഒരു വ്യക്തി വൃക്ഷമൂലത്തിൽ താമസിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിനനുസരിച്ച് അഭ്യസിക്കുകയാണ്, ശരിയായിട്ട് അഭ്യസിക്കുകയാണ്, ധർമ്മത്തിന് അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ ആ വ്യക്തി പൂജയ്ക്കും പ്രശംസയ്ക്കും അർഹനാണ്. അതിനാൽ ആ ഭിക്ഷു സ്വന്തം അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുകയോ സ്വയം പ്രശംസിക്കുകയോ ചെയ്യുന്നില്ല. ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതിനാൽ ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം കൂട്ടിച്ചേർത്താൽ മതി. വീണ്ടും ഭിക്ഷുക്കളെ ഒരു അസത്പുരുഷൻ ശ്മശാനത്തിൽ താമസിക്കുകയാണ്. ഒരു അസത്പുരുഷൻ തുറന്ന സ്ഥലത്ത് താമസിക്കുകയാണ്. ഒരു അസത്പുരുഷൻ ഒരിക്കലും കിടക്കുന്നില്ല, നേസജ്ജികോ, അതായത് ഈ വ്രതം എടുത്തിട്ടുള്ള വ്യക്തി എപ്പോഴും ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ആ വ്യക്തി ഒരിക്കലും കിടക്കില്ല. ഒരു വ്യക്തി യഥാ സന്തട്ടിക്കോ, അതായത് എവിടെയായാലും പായ വിരിച്ച് കിടക്കുന്ന ഒരു വ്യക്തി. ഏകാസനികോ, ഒരു വ്യക്തി ഒറ്റ പ്രാവശ്യം മാത്രം ഭക്ഷിക്കുന്ന ഒരു വ്യക്തി.
അപ്പോൾ ആ അസത്പുരുഷൻ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, മറ്റുള്ളവർ ആരും തന്നെ ചെയ്യുന്നില്ല. അതിനാൽ ആ വ്യക്തി തങ്ങളെ തന്നെ പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ മനസ്സിലെ രാഗദ്വേഷ മോഹങ്ങൾ അവസാനിക്കുകയില്ല. ഒരു വ്യക്തി ഒരു നേരം ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ കൂടി ആ വ്യക്തി ധർമ്മത്തിന് അനുസരിച്ച് അഭ്യസിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ആ വ്യക്തി പ്രശംസയ്ക്കും പൂജയ്ക്കും അർഹനാണ്. അതിനാൽ ആ വ്യക്തി അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, ഒരു നേരം ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം തങ്ങളെ പ്രശംസിക്കുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ വിവിച്ചൈവ കാമേഹി വിവിച്ച അകുശലേഹി ധമ്മേഹി സവിതക്കം സവിചാരം വിവേകജം പീതിസുഖം പടമം ജാനം ഉപസമ്പജ്ജ വിഹരതി. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ ഒന്നാമത്തെ ധ്യാനത്തിൽ എത്തിച്ചേർന്നു. അവിടെ വിതർക്കമുണ്ട്, വിചാരമുണ്ട്, പീതിയുണ്ട്, സുഖമുണ്ട്, ചിത്തത്തിൻ്റെ ഏകാഗ്രതയുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ആദ്യത്തെ ധ്യാനം നേടി, പക്ഷേ ബാക്കിയുള്ള ഭിക്ഷുക്കൾ നേടിയിട്ടില്ല. അതുമൂലം ആ വ്യക്തി സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഭിക്ഷുക്കളെ, ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കും, ഭഗവാൻ ഒന്നാമത്തെ ധ്യാനത്തെ അന്തിമ ലക്ഷ്യമായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തെന്നാൽ നമ്മൾ എന്ത് ചിന്തിക്കുകയാണെങ്കിലും അത് മറ്റുള്ള കാര്യങ്ങളായിട്ട് തീരും. അതിനാൽ ഒന്നാമത്തെ ധ്യാനം കൊണ്ട് മാത്രം തങ്ങളെ വിലയിരുത്തരുത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ആ സത്പുരുഷൻ സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ തരം താഴ്ത്തുകയും ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇതും ഒരു സത്പുരുഷൻ്റെ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ രണ്ടാമത്തെ ധ്യാനത്തിലെത്തി, മൂന്നാമത്തെ ധ്യാനത്തിലെത്തി, നാലാമത്തെ ധ്യാനത്തിലെത്തി. അപ്പോൾ അവർ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് നാലാമത്തെ ധ്യാനത്തിലെത്തിയത്, മറ്റുള്ള ഭിക്ഷുക്കൾ അവിടെ എത്തിയിട്ടില്ല. അതിനാൽ അവർ സ്വയം പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഭിക്ഷുക്കളെ ഒരു അസത്പുരുഷൻ്റെ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഭഗവാൻ ഒരിക്കലും നാലാമത്തെ ധ്യാനത്തെ നമ്മളുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും അത് മറ്റൊന്നായിട്ട് തീരുന്നതാണ്. ഈ നാലാമത്തെ ധ്യാനം തൻ്റെ അളവ് കൊല്ലല്ല എന്നവർക്ക് മനസ്സിലാക്കിയതുകൊണ്ട് അവർ സ്വയം തങ്ങളെ തന്നെ പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു അസത്പുരുഷൻ നാലാമത്തെ ധ്യാനം മറികടന്നുകൊണ്ട് ആകാശം അനന്തമാണ് എന്ന് പറയുന്ന ആകാശഞ്ചായതന ധ്യാനത്തിലെത്തിച്ചേരുന്നു. അപ്പോൾ ആ ഭിക്ഷു ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് ആകാശഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, മറ്റുള്ളവർ ആരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല. അതിനാൽ ആ വ്യക്തി ഈ ധ്യാനം മൂലം സ്വയം തന്നെ പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഭഗവാൻ ആകാശഞ്ചായതന ധ്യാനത്തെ അന്തിമ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ഒരു കാര്യം വിചാരിക്കുന്നു, പിന്നീട് അത് മറ്റൊന്നായിട്ട് തീരുന്നു. അതിനാൽ ആ വ്യക്തി സ്വന്തം അഭ്യാസത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നു, അതുമൂലം തന്നെ പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഒരു അസത്പുരുഷൻ അനന്തവിജ്ഞാനം എന്ന് പറയുന്ന വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് വിജ്ഞാനഞ്ചായതന ധ്യാനത്തിൽ എത്തിച്ചേർന്നത്, മറ്റുള്ള ഭിക്ഷുക്കൾ എത്തിച്ചേർന്നിട്ടില്ല. അതിനാൽ ആ വ്യക്തി സ്വയം പുകഴ്ത്തുകയും മറ്റുള്ളവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ ഭിക്ഷുക്കളെ, ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ വിജ്ഞാനഞ്ചായതന ധ്യാനം ഭഗവാൻ അന്തിമ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ഒന്ന് വിചാരിക്കുന്നു, പിന്നീട് അത് മറ്റൊന്നായിട്ട് തീരുന്നു. അതിനാൽ ഈ ധ്യാനം മൂലം ആ വ്യക്തി സ്വയം പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷൻ അനന്ത ആകാശം എന്ന് പറയുന്ന ആ ധ്യാനത്തെയും മറികടന്നുകൊണ്ട് നത്തി കിഞ്ചി എന്ന് പറയുന്ന അകിഞ്ചന്യായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് അകിഞ്ചന്യായതന ധ്യാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, മറ്റുള്ളവർ ആരും തന്നെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ വ്യക്തി സ്വയം പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഇത്
ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു. അകിഞ്ചന്യായതന ധ്യാനം എന്ന് പറയുന്നത് അന്തിമ ലക്ഷ്യമായിട്ട് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൂടാതെ അവർ ഇപ്പോൾ ഒന്ന് ചിന്തിക്കുന്നു, പിന്നീട് മറ്റൊന്ന് ചിന്തിക്കുന്നു. അതിനാൽ ആ വ്യക്തി സ്വയം തന്നെ പൂഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധർമ്മമാണ്. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു അസത്പുരുഷ വ്യക്തി നത്തി കിഞ്ചി എന്ന് പറയുന്ന ആ ധ്യാനത്തെ അതിക്രമിച്ചുകൊണ്ട് നേവസന്യ നാസന്യായതന ധ്യാനത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമാണ് നേവസന്യ നാസന്യായതന ധ്യാനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, മറ്റുള്ള ഭിക്ഷുക്കൾ എത്തിച്ചേർന്നിട്ടില്ല. അതുമൂലം അവർ സ്വയം തങ്ങളെ തന്നെ പുകഴ്ത്തുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. ഭിക്ഷുക്കളെ, ഇത് ഒരു അസത്പുരുഷ ധർമ്മമാണ്. എന്നാൽ ഒരു സത്പുരുഷൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഭഗവാൻ ഒരിക്കലും നേവസന്യ നാസന്യായതന ധ്യാനത്തെ തൻ്റെ അന്തിമ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ എന്ത് കരുതി കഴിഞ്ഞാലും അത് പിന്നീട് മറ്റൊന്നായിട്ട് തീരും. അതുമൂലം അവർ തങ്ങളെ തന്നെ പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല. ഭിക്ഷുക്കളെ, ഇത് ഒരു സത്പുരുഷ ധമ്മമാണ്. ഭിക്ഷുക്കളെ, വീണ്ടും ഒരു സത്പുരുഷൻ, ആ സത്പുരുഷൻ നേവസന്യ നാസന്യായതന ധ്യാനത്തിന് അപ്പുറത്ത് പോയി സഞ്ജ വേദിത നിരോധ, അതായത് സംഖ്യയും വേദനയും നിരോധമാകുന്ന അവസ്ഥയിൽ എത്തുന്നു. അതിനുശേഷം പ്രജ്ഞയാൽ കണ്ടുകൊണ്ട് അവരുടെ ആസവങ്ങളെ അവർ പരിപൂർണമായിട്ടും ക്ഷയിപ്പിക്കുന്നു. അതായത് 8ാമത്തെ ധ്യാനമായിട്ടുള്ള നേവസന്യ നാസന്യായതന ധ്യാനത്തിന് ശേഷം പിന്നീട് അടുത്തതായിട്ട് സംഭവിക്കുന്നത് നമ്മളുടെ സംഖ്യ വേദന രണ്ടും നിരോധമാകും. നിരോധമായിട്ട് അതിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് നമ്മൾ പ്രജ്ഞയാൽ കാര്യങ്ങളെ കാണുന്നത്. അതിനെയാണ് നിർവ്വാണം എന്ന് പറയുക. അതുകൊണ്ടാണ് പ്രജ്ഞയാൽ കണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ ആസവങ്ങൾ അവസാനിച്ചു എന്ന് പറയുന്നത്. ഭിക്ഷുക്കളെ, ഈ വ്യക്തി താൻ അനുഭവിച്ച ഒന്നും തൻ്റേതായിട്ട് കരുതുന്നില്ല, ഒന്നിനെയും തൻ്റേത് എന്ന് കരുതുന്നില്ല, ഒന്നിലും തൻ്റേത് എന്ന് കരുതുന്നില്ല. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. തൃപ്തരായി ഭിക്ഷുക്കൾ ഭഗവാന്റെ വാക്കുകളെ അനുമോദിച്ചു. സപ്പുരുഷ സൂത്തം നിഷ്ഠിതം. അതായത് നമ്മൾ ഏതൊരു ധ്യാനം ചെയ്യുകയാണെങ്കിലും ആ ധ്യാനത്തിലെ ഒരു കാര്യത്തിലും നമ്മൾ നിൽക്കരുത്, അത് തൻ്റേതായിട്ട് കരുതരുത്, അതിൽ അഭിമാനിക്കരുത്, ഒന്നും തൻ്റേതായിട്ട് കരുതരുത്. അതിൽ നിന്ന് നമ്മൾ മുന്നേറിക്കൊണ്ട് തന്നെ പോകണം. അതാണ് ഈ സൂത്രത്തിൻ്റെ പാഠം. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.